എല്ലാവർക്കും നമസ്കാരം. ആദിക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് NIOS 10th ലെവൽ മാത്സ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന്, അവരെ ഒന്ന് പാസ് മാർക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കണ്ടന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നമുക്ക് സാധാരണ സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ കാണാപ്പാഠം പഠിച്ചിട്ട് ഇത് തന്നെ റിപ്പീറ്റ് വരും എന്നുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. നമുക്ക് അതിന്റെ മെത്തേഡ്, അതിന്റെ ഇക്വേഷൻസ്, അതിലൊക്കെയാണ് കാര്യം ഇരിക്കുന്നത്. സോ ഞാൻ ആ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഏരിയ മാത്രമല്ല ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്, മറിച്ച് അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഓരോ എക്സാമ്പിൾസും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. NIOS 10ാം ക്ലാസ്സുകാരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ തീർച്ചയായും വരും എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. അത് അത്ര നിസാര ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. 5 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ചു വരും. പക്ഷേ മാത്സ് ആണ് വിഷയം. അപ്പോൾ മുമ്പ് ചോദിച്ച ചോദ്യം അതേ രീതിയിൽ വരികയല്ല ഇവിടെ ചെയ്യുന്നത്. ആ ഒരു ചെയ്യേണ്ട രീതി നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോവുക. അതാണല്ലോ ഇവിടെ മാത്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മോഡൽ പഠിച്ചു വെക്കുക, ഒരു മോഡൽ നല്ല രീതിയിൽ ഹൃദിസ്ഥമാക്കുക. എന്നിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാവുന്ന രീതിയിൽ വേണം അതിനെ നമ്മൾ ഒന്ന് പരിശീലിച്ചെടുക്കാൻ. അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മോഡല് മനസ്സിൽ വരുത്തുക എന്നുള്ളത് ഇത്തിരി പാടാണെങ്കിൽ ഞാനിവിടെ ട്രൈ ചെയ്യാം. അതായത് ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഓരോ മോഡല് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ചെയ്യേണ്ട ഒരു വിധം ഒന്ന് മനസ്സിലാക്കുക. സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം, ഒറ്റ ക്വസ്റ്റ്യൻ. എന്നിട്ട് നിങ്ങളൊന്ന് പോയി നോക്കുക. അതിൻ്റെ ആ ഒരു ഇക്വേഷൻസ്, അതിൻ്റെ ആ ഒരു മെത്തേഡ്, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ സാധാരണ മറ്റ് വിഷയങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ റിപ്പീറ്റ് വരുന്നത്? ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മീൻ കണ്ടുപിടിക്കാനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാവുന്നൊരു കാര്യമുള്ളൂ. മീഡിയൻ കണ്ടുപിടിക്കാനും മീൻ കണ്ടുപിടിക്കാനും റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വന്നിരുന്നു. അതുപോലെ തന്നെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ അതുപോലെ ഈ പ്രോബബിലിറ്റി എന്നൊക്കെ പറയുമ്പം അത് ഒരു 2 മാർക്കിനാണ് വരുന്നത് കേട്ടോ. ഞാനിതിൽ ഓരോ മോഡൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുവെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ റിപ്പീറ്റ് വരുന്നത് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് അത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ, എന്നിട്ട് നമുക്കൊരു ഗ്രാഫും കൂടി തരും. ഞാൻ നേരത്തെ പറഞ്ഞ മീനിൻ്റെ ചോദ്യം കണ്ടോ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. ഞാനത് വരുന്ന വഴിക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാ ഇവിടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷ പേപ്പറിൽ തരുന്ന ഗ്രാഫ്, ആ ഗ്രാഫ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ പരീക്ഷ പേപ്പറിൽ പിൻ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കൂട്ടത്തിൽ പിൻ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലൊരു ഗ്രാഫിലായിരിക്കും നിങ്ങൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? മീഡിയൻ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു, മീൻ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു, ലീനിയർ ഇക്വേഷൻ റിപ്പീറ്റ് ആണ്, പ്രോബബിലിറ്റി റിപ്പീറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി വന്നിരിക്കുന്നത് വരയ്ക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടോ വരാം. അപ്പോൾ ഇതിൽ ഏത് ചെയ്താലും നമുക്ക് 5 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ അത് ഉറപ്പിച്ച് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ABC എന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. AB 5 സെൻറ്റിമീറ്റർ, BC 4.2 സെൻറ്റിമീറ്റർ ആൻഡ് മീഡിയൻ
CD ഈക്വൽ ടു 3.8 സെൻറ്റിമീറ്റർ. അതേ ടൈപ്പ് തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ട്രയാങ്കിളിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അല്ല അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാം. സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്. 3.2 സെൻറ്റിമീറ്റർ പോലെ ഒരു റേഡിയസ് തന്നിട്ട് ഒരു പോയിന്റ് ഫ്രം എ പോയിന്റ് P ഔട്ട്സൈഡ് ദ സർക്കിൾ ഡ്രോ 2 ടാൻജൻസ്, 2 ടാൻജൻസ് ഒക്കെ വരയ്ക്കുക. PQ PR എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടാൻജൻസിൻ്റെ പേര് തരും. എന്നിട്ട് നമ്മൾ ആ ടാൻജൻസും കൂടി വരച്ച് കാണിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതിൽ പിന്നെ പ്രധാനമായൊരു കാര്യം, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് സർക്കിൾ ചോദിക്കാത്ത ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ പ്രാധാന്യം കൊടുത്ത ട്രയാങ്കിളിനാണ്. ഓർ ക്വസ്റ്റ്യനകത്ത് വീണ്ടും ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഓർ ക്വസ്റ്റ്യനകത്ത് സർക്കിൾ വരാതെയും വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കിളും ട്രയാങ്കിളും മസ്റ്റായിട്ട് പഠിക്കണം. ഇനി ഒരു പക്ഷേ സർക്കിൾ മാത്രമായിട്ട് വരാം. മനസ്സിലായോ? അതായത് ഇവിടെയും കൺസ്ട്രക്റ്റഡ് ട്രയാങ്കിൾ, ഇവിടെയും കൺസ്ട്രക്റ്റഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓർ ക്വസ്റ്റ്യനകത്ത് രണ്ടും ട്രയാങ്കിൾ ആയിട്ട് ഓർ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ട്രയാങ്കിൾ വന്നാൽ ട്രയാങ്കിളും സർക്കിൾ വന്നാൽ സർക്കിളും വരയ്ക്കാൻ പാകത്തിന് പഠിച്ചു വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ അതുപോലെ നമ്മൾ കണ്ട അടുത്ത 5 മാർക്കിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ട്രയാങ്കിളും സർക്കിളും പറഞ്ഞപ്പോൾ തന്നെ അവിടെ 5 മാർക്ക് ഷുവറായി. ഓക്കെ, പിന്നെ അടുത്ത 5 മാർക്ക് ഷുവറാക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് അതിതാണ്. അതായത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ, ഇങ്ങനെയുള്ള രീതിയിൽ, ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ്. ഹൈറ്റും ഡിസ്റ്റൻസും കാണാനുള്ള ചോദ്യം അത് തന്നെയാണ് ഓറിലും വരിക. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായോ അതിൻ്റെ ഇമ്പോർട്ടൻസ്? അതായത് ഇവിടെ നോക്കിയേ, ഓർ ക്വസ്റ്റ്യനിലും ഡിസ്റ്റൻസ് മാത്രമായിട്ട് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഹൈറ്റും ഡിസ്റ്റൻസും മസ്റ്റാണ് എന്ന് മനസ്സിലായില്ലേ? ആ 5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ഹൈറ്റ് കാണുന്നതിലൊക്കെ തന്നെ യൂസ് √3 എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൂടെ കാണാം. അപ്പോൾ √3 യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കും, ആ ഒരു രീതിയിലാണ് ഒരു തവണ ചോദിച്ചത്. ഒരു തവണ ഹൈറ്റ് മാത്രമായിട്ട്, ഞാൻ നേരത്തെ കാണിച്ചതിൽ ഹൈറ്റ് മാത്രമായിട്ട് അങ്ങനെ ചോദിച്ചു. പിന്നെ ഒരു തവണ ചോദിച്ചത് ഇതുപോലെ √3 വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് മറക്കണ്ട, അങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോബബിലിറ്റി നമുക്ക് MCQയിലും വരാം, അല്ലാതെ ചെയ്യാനും വരാം. പ്രോബബിലിറ്റിക്ക് കുറേ ഇക്വേഷൻസ് ഉണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി. പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻസ് ഞാനൊന്ന് സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ വീണ്ടും പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ലീനിയർ ഇക്വേഷൻ്റെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആണ്. ഇത് ഒഴിവാക്കിക്കൊണ്ട് മാത്സിന് പോയി കഴിഞ്ഞാൽ അത് ഇത്രയും ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇനി വൈകണ്ട, നമുക്ക് എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് നോക്കാം കേട്ടോ. From the top of a tower 100 meter high, the angles of depression of 2 cars on the opposite sides of the tower are observed to be 60 degree and 45 degree respectively. Find the distance between the cars. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ടവറിൻ്റെ ഹൈറ്റ് 100 മീറ്റർ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ടു ഫസ്റ്റ് കാറിൻ്റെ ആ ഒരു ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ടു സെക്കൻഡ് കാർ, രണ്ടാമത്തെ കാറിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. ഇനി ഈ ടവറിൻ്റെ ഫുട്ട്, അതിൻ്റെ അടിത്തലം നമ്മൾ ഈ ഒരു 100 മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കലി ഒരു ലൈൻ വരയ്ക്കുകയാണ്. വെർട്ടിക്കലി, അതായത് കുത്തനെ ഒരു ലൈൻ വരച്ചിട്ട് ഹൈറ്റ് ആയിട്ട് നമ്മൾ 100 മീറ്റർ എഴുതി. അപ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മൾ D എന്നും മുകൾ ഭാഗം C എന്നും ഒന്ന് അടയാളപ്പെടുത്തുക. ഇനി Aയും Bയും ആയിട്ട് നമ്മൾ കാറുകളെയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ CD-യെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തിരശ്ചീനമായിട്ട് ഒരു ലൈൻ വരയ്ക്കാം, CD-യെ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് AB എന്ന് പേര് കൊടുക്കുക. ഒന്നാമത്തത്, അതായത് A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, B എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു 30 ഡിഗ്രിയും 45 ഡിഗ്രിയും എടുത്തിട്ട് ഒരു കണക്ട് ചെയ്തിട്ട് നമുക്ക് Aയും Cയും Dയും കൂടി കണക്ട് ചെയ്തൊരു ട്രയാങ്കിൾ കിട്ടും. അതുപോലെ തന്നെ Cയും Bയും Dയും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ട്രയാങ്കിളുകൾ നമുക്ക് കിട്ടുന്നു. ഇനി ഈ ഒരു കണക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള രീതിക്ക് പറയാം.
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടാൻ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ടവർ വെർട്ടിക്കലായിട്ട് ഉള്ളതാണ്, ഗ്രൗണ്ട് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, അപ്പോൾ ടവർ കുത്തനെ ഉള്ളതും ഗ്രൗണ്ട് തിരശ്ചീനവുമായതുകൊണ്ട് അങ്ങനെ ഒരു രീതിക്ക് വരുമ്പോൾ നമുക്കിവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ടാൻ ആണ് യൂസ് ചെയ്യുന്നത്. ടാൻ എന്ന് പറയുമ്പോൾ ടാൻജൻറ്റ്. ടാൻ ഈസ് യൂസ്ഡ് വെൻ വി നോ ഓപ്പോസിറ്റ് സൈഡ് ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് വി നീഡ് ടു ഫൈൻഡ് അഡ്ജാസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അറിയാം, ഹൈറ്റ് ഓഫ് ദ ടവർ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അഡ്ജാസൻറ്റ് സൈഡ്, അതായത് ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട് ഇവിടെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതായത് നമുക്ക് കുത്തനെ ഉള്ള ഒരു മീറ്റർ വാല്യൂ തന്നിട്ടുണ്ട്, തിരശ്ചീനമായത് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ടാൻ ആണ്. അപ്പം ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജാസൻറ്റ് സൈഡ് എന്നാണ് വരേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജാസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അറിയാം, 100 ആണ് എന്നറിയാം. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജാസൻറ്റ് സൈഡ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 100 ആണ്, അഡ്ജാസൻറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ടവർ ഓപ്പോസിറ്റ്, ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട് ആണ് അഡ്ജാസൻ്റ് ആയിട്ട് വരുന്നത്. അത് ADയും കണ്ടുപിടിക്കണം, DBയും നമ്മൾ കണ്ടുപിടിക്കണം. സോ വി യൂസ് ടാൻ ഇൻസ്റ്റെഡ് ഓഫ് സൈൻ ഓർ കോസ്. അതായത് സൈനും കോസും യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇവിടെ ടാൻ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വരാം. ടാൻ 30 ഡിഗ്രി ആണ് ആദ്യത്തെ കാറിൻ്റെ കാര്യത്തിൽ, അല്ലേ? ആദ്യത്തെ കാറിൻ്റെ കാര്യത്തിൽ, അതായത് ട്രയാങ്കിൾ ADC, കാറിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അത് ട്രയാങ്കിൾ ADC ആണ് അത് ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ADCയുടെ കാര്യത്തിൽ ടാൻ 30 ഡിഗ്രി ആണ് വരുന്നത്. അപ്പോൾ ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 1/√3 ആണ് വരുന്നത്. ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/√3 ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? ട്രയാങ്കിൾ ADC അല്ലേ? അപ്പോൾ ഇവിടെ CD ഉണ്ട്, അതുപോലെ തന്നെ ADയും ഉണ്ട്, അല്ലേ? അപ്പോൾ CD ഡിവൈഡഡ് ബൈ AD എന്ന് എഴുതണം. കാരണം എന്താ? ഇവിടെ ഹൈറ്റ് ഓഫ് ദ ടവർ ആ CD, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ടവർ CD ആകുമ്പോൾ ഡിസ്റ്റൻസ് AD അല്ലേ? A തൊട്ട് D വരെ അല്ലേ വരേണ്ടത്? അപ്പോൾ CD ബൈ AD, ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു CD ബൈ AD എന്ന് നമ്മൾ എഴുതേണ്ടി വരുന്നു. ഇനി നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു CD ബൈ AD. നേരത്തെ ഇക്വേഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജാസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ CD, അഡ്ജാസൻറ്റ് സൈഡ് AD. അത് ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ടാൻ തീറ്റ ഇവിടെ ടാൻ 30 ഡിഗ്രി ആണ്. അപ്പോൾ 1/√3 ഈക്വൽ ടു 100/x എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇത്രയാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആ 100നെ ഈ 1/√3 കൊണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മൾട്ടിപ്പിള് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിള് ചെയ്യുമ്പോൾ നമുക്ക് x ഈക്വൽ ടു 100 × √3 എന്ന് കിട്ടും. അതായത് AD എന്ന് പറയുന്നത് 100 × √3 മീറ്റർ ആണ് എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിള് BDC ആണ്. അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജാസൻറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ആണ് അതിൻ്റെ വാല്യൂ. 1 ഈക്വൽ ടു 100. CD വാല്യൂ 100 ആണല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ 100/y നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, 100 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്നത് 100 ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് DB എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഇനി നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂട്ടണം, അതായത് AB മൊത്തത്തിൽ കണ്ടുപിടിക്കണം. അപ്പോൾ AD നമ്മൾ കണ്ടുപിടിച്ചു, DBയും കണ്ടുപിടിച്ചു. AD + DB
100√3 പ്ലസ് 100, അതായത് 100 ഗുണം √3 പ്ലസ് 100, അതെത്രയാ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് √3യുടെ വാല്യൂം കൂടിയാണ്. അതായത് 100 × √3 എന്ന് എഴുതുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണ്ടേ √3യുടെ വാല്യൂ വെച്ചിട്ടൊരു ആൻസർ അല്ലേ? അപ്പോൾ √3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ √3യുടെ വാല്യൂം കൂടി മൾട്ടിപ്പിൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 100 ഗുണം √3യുടെ വാല്യൂ തന്നിട്ടുള്ളത് എടുത്ത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് പ്ലസ് 100 ചെയ്യുമ്പോൾ 273 എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് മാത്രമല്ല ഡിസ്റ്റൻസും കൂടി കാണാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് 60 മീറ്റർ ആണ്. ഗ്രൗണ്ടിൽ ഒരു ടവർ ഉണ്ട്. ടവറിൻ്റെ ടോപ്പ് ഡിയും ബോട്ടം സിയും ആണ്. ബിൽഡിങ്ങിൻ്റെ ടോപ്പ് എയിൽ നിന്ന് ടവറിൻ്റെ ടോപ്പും ബോട്ടവും നോക്കുമ്പോൾ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എ ബി എന്നത് ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഹൈറ്റ് 60 മീറ്റർ ആണ്. ഗ്രൗണ്ടിൽ ടവർ ഉണ്ട്. അതിൻ്റെ ടോപ്പ് ഡി ബോട്ടം സി എന്നിങ്ങനെയാണ്. എയിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ അത് ഇ എന്നൊരു പോയിന്റിൽ ബിൽഡിങ്ങിനെ ഇന്റർസെക്റ്റ് ചെയ്യും. ബി ഇ ഈക്വൽ ടു സി ഡി ആണ്. അത് ഈക്വൽ ടു എന്താണ്? എച്ച് ആണ്. അതായത് ബി അല്ലെങ്കിൽ സി ഡി എന്നൊക്കെ പറയുന്നത് എച്ച് മീറ്റർ ആണ്. എച്ച് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. എ ഇ എന്ന് പറയുന്നത് 60ൽ നിന്ന് എച്ച് കുറയ്ക്കുന്നതാണ്. എ ഇ എന്നുള്ളത് 60ൽ നിന്ന് എച്ച് കുറയ്ക്കുന്നതാണ്. 60 മീറ്റർ ആണല്ലോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, അതിൽ നിന്ന് എച്ച് കുറയ്ക്കുന്നതാണ് എ ഇ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് ടവർ, ബിൽഡിങ്ങും ടവറും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അതും നമുക്ക് അറിയില്ല, എക്സ് മീറ്റർ. അങ്ങനെ നമ്മൾ എടുക്കുകയാണ്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ഇമേജിൽ എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഈ എ ബി സി എന്ന ട്രയാങ്കിളിൽ സിയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ 60 ഡിഗ്രി എന്ന് എടുക്കും. ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്ന √3 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജാസെന്റ് സൈഡ് ആണല്ലോ ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ഡിവൈഡഡ് ബൈ ബി സി ഇവിടെ വരും. ടാൻ 60 എന്ന് പറയുന്നത് എ ബി ഡിവൈഡഡ് ബൈ ബി സി എന്ന് വരും. എ ബി 60ഉം ബി സി എക്സുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എ ബി ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. അപ്പോൾ ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ √3 ഈക്വൽ ടു 60/x. ഇനി അതിൽ നിന്നാണ് എക്സ് കണ്ടുപിടിക്കേണ്ടത്. 60 ഡിവൈഡഡ് ബൈ √3 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് 20 × √3 എന്ന് കിട്ടും. ഈ 20 × √3 വരുന്നതിന് ഒരു ഗണിതക്രിയയുണ്ട്, അത് പറഞ്ഞു തരാം. അതായത് ഇവിടെ എക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള 60 ഡിവൈഡഡ് ബൈ √3 എന്നുള്ളത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ √3 ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും, അതായത് അംശത്തെയും ഛേദത്തെയും ഒരുപോലെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ √3 × √3 എന്ന് പറയുന്നത് 3 തന്നെയാണ് വരിക. ഓക്കെ, അപ്പം മുകളിലുള്ള 60ൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത √3 60 √3 എന്ന് നമുക്ക് എഴുതാം. താഴെയുള്ളത് 3 എന്ന് എഴുതുക. അപ്പോൾ 60 √3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ നമ്മൾ 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. അങ്ങനെ 20 √3 എന്നാണ് ആൻസർ വരിക. അടുത്തത് എ ഇ ഡി എന്ന ട്രയാങ്കിൾ പരിഗണിക്കുക. അതിൽ ആംഗിൾ അറ്റ് എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇവിടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പും അതുപോലെ ടവറിൻ്റെ ടോപ്പുമാണ് ഈ എയും ഡിയും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എ ബി എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ്. ടവറിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നതിലേക്ക് ഒരു തിരശ്ചീനമായ വരയ്ക്കുമ്പോഴാണ് ഇ ഡി എന്നുള്ള ലൈൻ കിട്ടുന്നത്. ഈ ഇ ഡി ആണ് ഇവിടെ അഡ്ജാസൻ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്. എ ഇ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡുമാണ്. എ ഇ ഡി എന്ന ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ ഉള്ള കാര്യമാണ്
ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇ ഡി എന്ന് പറയുന്നത് അഡ്ജാസൻറ്റും അതുപോലെ എ ഇ എന്ന് പറയുന്നത് 60 മൈനസ് എച്ച് ആണ്. 60 എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ്. അതിൽ നിന്ന് എച്ച് പോർഷൻ കുറച്ചിട്ടുള്ള അത്രയും ഉയരം മാത്രമേ എ ഇ ഉള്ളതുകൊണ്ട് 60 മൈനസ് എച്ച് എന്നെടുത്തു. ഇവിടെ ടാൻ 30 ഡിഗ്രി ആണല്ലോ, അപ്പോൾ ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു 60 മൈനസ് എച്ച് ബൈ എക്സ്. ഇനി നമ്മൾ ആൻസറിലേക്ക് വരേണ്ടതാണ്. ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/√3 ആണ്. 60 മൈനസ് എച്ച് ബൈ എക്സ്, എക്സിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തതാണ്, 20 × √3. എന്നിട്ട് നമ്മൾ 1/√3 ഈക്വൽ ടു 60 മൈനസ് എച്ച് ബൈ 20 × √3 സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ √3 സമത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് √3 എന്ന വാല്യൂ നമുക്ക് റിമൂവ് ചെയ്ത് ഒരു നല്ലൊരു വാല്യൂയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 1/√3 നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ 60 മൈനസ് എച്ച് ബൈ 20 × √3നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1/√3 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം മുകളിലും √3 താഴെയും √3 വരും. അതായത് 1 × √3 തന്നെ വരും. √3 ഡിവൈഡ് ബൈ √3 1 ആൻസറായിട്ട് വരും. ഇനി 60 മൈനസ് എച്ച് ബൈ 20 × √3 വരുമ്പോൾ നമ്മൾ 60 മൈനസ് എച്ച് × √3 ചെയ്യുമ്പോൾ അവിടെ 60 മൈനസ് എച്ച് × √3 എന്നുള്ള ആ ഒരു വാല്യൂ മുകളിൽ വരും. അതുപോലെ താഴെ 20 × √3 എന്നും വരും. അപ്പോൾ അവസാനം √3കൾ രണ്ടും വെട്ടിപ്പോയിട്ട് 60 മൈനസ് എച്ച് ബൈ 20 എന്ന് ആൻസർ വരും. ഫൈനലി നമ്മൾ 1 ഈക്വൽ ടു 60 മൈനസ് എച്ച് ബൈ 20 എന്ന് എഴുതും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, 1 ഈക്വൽ ടു 60 മൈനസ് എച്ച് ബൈ 20 എന്നുള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എച്ചിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതിന് ഈ അവസാനം കണ്ടുപിടിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. 1 ഈക്വൽ ടു 60 മൈനസ് എച്ച് ബൈ 20 എന്നുള്ളതിൽ 1 × 20 ഈക്വൽ ടു 60 മൈനസ് എച്ച് എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ 60 മൈനസ് എച്ച്, അതായത് 60 മൈനസ് എച്ച് എന്ന് പറയുന്നത് 20 ആണ്. 60 മൈനസ് എച്ച് ഈക്വൽ ടു 20 വരുമ്പോൾ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? സമത്തിന് അപ്പുറത്ത് കിടക്കുന്ന 20നെ ഇവിടെ കൊണ്ടുവന്ന് എച്ച് ഇവിടെ മൈനസായി കിടക്കുന്ന എച്ചിനെ അപ്പുറത്ത് കൊണ്ടുപോയി പ്ലസ് ആക്കുക. അപ്പോൾ 60 മൈനസ് 20 ഈക്വൽ ടു എച്ച് കിട്ടും. 60 ൽ 20 പോയാൽ 40. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഉത്തരങ്ങൾ രണ്ടും കിട്ടി. ഹൈറ്റ് 40 കിട്ടി. ഡിസ്റ്റൻസ്, അതായത് ഇവിടെ നമ്മൾ എക്സ് ആണ് എടുത്തത്, 20 × √3 ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഹൈറ്റും ഡിസ്റ്റൻസും കാണാൻ നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് വിട്ടു പോകാതെ പഠിക്കുക. ഇത് തന്നെ പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കണക്കിൽ ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ധാരണയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാണുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലല്ല, ഒരു മോഡൽ, ഒരു കണക്കിൻ്റെ ഒരു മോഡൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു മോഡൽ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ആ ഒരെണ്ണം മനസ്സിലുണ്ടാവണം. അപ്പോൾ ആ കണക്കിൽ അങ്ങനെ വന്നപ്പോൾ ഞാൻ അതല്ലേ ചെയ്തത്, അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വന്ന ഇതിങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്കൊന്ന് ഓർത്ത് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ.